ഒരേ ചിരിയാണല്ലോ. എന്താ വിശേഷം? പങ്ക, നീ വന്നപ്പോ ചിരി പോയി. ഇനി നീ പോയാലേ ചിരി വരൂ. ശരി, ഇരിക്കും. ഉമയല്ലേ? അതെ. ഉമയെ നീ അറിയുമോ? പിന്നെ അറിയില്ലേ, ഉമ ഒരു ഫേമസ് കലാകാരിയല്ലേ, നമ്മുടെ കോളേജിലെ പഠിക്കുന്നത്. വരൂ ഉമേ, നമുക്കകത്തേക്ക് പോവാം. ഈ പെട്ടെങ്ങനെ ഇവിടെ വന്നു? ഉമ്മയോ പാവം അനാഥയാണ്. ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. അനാഥയോ? ഇവിടെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. അതിരിക്കട്ടെ, പങ്കരെന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വന്നത്? ഒന്നുമില്ല, ആ കരുണാകരൻ കൊലക്കേസ് ഉണ്ടല്ലോ, കീഴ്ക്കോടതി വിധിന്മേൽ അവർ അപ്പീൽ പോയിരിക്കുകയാണ്. എനിക്കിത് സമൻസ് കിട്ടി. സമൻസ് കണ്ടപ്പോ ഞാനങ്ങ് നടുങ്ങിപ്പോയി. പിന്നെ ഞാൻ തന്നെ എന്നെ അങ്ങ് ധൈര്യപ്പെടുത്തി. ചേട്ടൻ അഡ്വക്കേറ്റ് ആയിരുന്നപ്പോ എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചതല്ലേ, ഇപ്പൊ ജഡ്ജാണ്, പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? അങ്ങനെ സമാധാനിച്ച് ഞാനിങ്ങ് പോകുന്നു. പങ്കജാക്ഷൻ, നീ ഇപ്പോൾ സംസാരിക്കുന്നത് ഒരു അഡ്വക്കറ്റിനോടല്ല, ജഡ്ജിനോടാണ്. കൊള്ളാം, അത് പിന്നെ എനിക്കറിയില്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഈ അപ്പീൽ വാദത്തിന് വരുന്നതിന് മുമ്പ് തന്നെ കാര്യം അവസാനിപ്പിക്കണം. ചേട്ടൻ വിചാരിച്ചാൽ അത് നടക്കും. ഇത്തരത്തിൽ നീ ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഞാനായിരിക്കില്ല, പോലീസായിരിക്കും നിന്നെ നേരിടുന്നത്. എന്നെ ഭയപ്പെടുത്തുകയാണോ? പോലീസിന് എന്നെ തന്നെയല്ല, നമ്മെ രണ്ടുപേരെയും ഒരുമിച്ച് നേരിടേണ്ടി വരും. മിസ്റ്റർ വിശ്വംഭരൻ, ഓഹോ, ബഹുമാനപ്പെട്ട ജഡ്ജവറുകളെ, താങ്കളുടെ എല്ലാ രഹസ്യങ്ങളും ഈ പങ്കജാക്ഷന്റെ പോക്കറ്റിലുണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഓർമ്മയിരിക്കട്ടെ. അനാവശ്യം പറയും. യു ഗെറ്റ് ഔട്ട്. എന്തു പറ്റി? ഒന്നുമില്ല, നീ പോ. വാസു, എന്താ വിശേഷം? കരുണാകരനെ കൊന്ന കേസിൽ ഞങ്ങൾക്ക് അപ്പീൽ അനുവദിച്ചിരിക്കുകയാണ് സാർ. ഞങ്ങൾ ജയിക്കുകയാണ് സാർ. സാർ, സാർ, അമ്മ, സാർ, അമ്മ, എന്താണ്? എന്താ കൂട്ടാണ്? വേദന കൂടുതലാണ്, ഡോക്ടർക്ക് ഫോൺ ചെയ്യൂ. ഇത്രയും വലിയ വീട്ടിൽ ഭാര്യയും മക്കളും കുടുംബവും ഇല്ലാതെ സാർ എന്തിനാ ഇങ്ങനെ കഴിയുന്നത്? വാസു, എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്റെ ദുർവിധി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ദുർവിധിയോ? അങ്ങേക്കോ? അല്ലെങ്കിൽ ഇങ്ങനൊരു ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വരുമോ? ശിക്ഷ അനുഭവിക്കാൻ അങ്ങീ ലോകത്ത് ആരെങ്കിലും ദ്രോഹിച്ചിരിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്കാകുന്നില്ല. ആ ധാരണ തെറ്റാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാനൊരു ഭീകരമായ തെറ്റിന് കൂട്ടുന്നു. ഒരു ന്യായാധിപനായ ഞാൻ മറ്റുള്ളവരുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ശിക്ഷ വിധിക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റുകൾ മറ്റൊരു ന്യായാധിപനായി വന്ന് എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റബോധവും പശ്ചാത്താപവും മതി സാർ, അതിൽ കവിഞ്ഞൊരു ശിക്ഷയില്ല. പശ്ചാത്താപം കണ്ണുനീരായി ഒഴുകി എന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അതല്ലേ സാർ ഷേക്സ്പിയർ ജൂലിയസ് സീസർ പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ഹാവ് ടീയേഴ്സ് പ്രിപ്പയർ ടു ഷെഡ് ദം നൗ. Exactly. What do you feel about that lines? വണ്ടർഫുൾ. എന്താ ഇത്? നിങ്ങൾ ഇംഗ്ലീഷിലാണല്ലോ സംസാരിക്കുന്നത്? അതെ. അപ്പോൾ നിങ്ങൾ? അതെ ഉമ്മേ, വാസു വിദ്യാസമ്പന്നനാണ്. ആദ്യം കണ്ട് സംസാരിച്ചപ്പോഴേ ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്താ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്യുന്നത്? ഏത് ജോലി ചെയ്താലെന്താ? ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ആർക്കും ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം, തിന്മ ഒഴികെ. ഞാൻ വരട്ടെ സാർ, എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒന്ന് കാണണം. ഉമ്മ വരുന്നു? ഞാൻ ഹോസ്റ്റൽ വിട്ടേക്കാം. വരാം. എന്നാ പോ, നാളെ കാണാം. വരട്ടെ. ബീച്ച് വഴി പോകാം. അതെന്തിനാ? എന്റെ ഒരു കൂട്ടുകാരിയെ കാണാനാ. ആരാ കൂട്ടുകാരി? അതെന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരിയാണ്. ആ, ഇവിടെ നിർത്തിയാ മതി. കൂട്ടുകാരി കാണുന്നില്ലല്ലോ. ഇവിടെ എവിടെങ്കിലും കാണും, ഞാൻ കണ്ടുപിടിച്ചോളാം. വരട്ടെ. ശരി.
ഓഹോ, വലിയ ഗൗരവത്തിലാണല്ലോ. ഞാൻ അല്പം വൈകിപ്പോയി, അതുകൊണ്ടാണോ? അല്പമോ? ഞാൻ ഇവിടെ നിന്ന് എനിക്കറിയാവുന്ന സകല പാട്ടുകളും പാടിക്കഴിഞ്ഞു. ഉമ്മ ഇത്രയും വയ്യനാണ്, ഫൈൻ അടയ്ക്കണം.